Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. മാവിലക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MD മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ കൂട്ടിരിപ്പിനായി എത്തുന്നവർക്ക് ദയയുടെ പുസ്തകങ്ങൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5ാം നിലയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അക്ഷരസാന്ത്വനം ലൈബ്രറി ഒരുക്കുന്നത്. പയ്യന്നൂരിൽ വെച്ച് അന്തരിച്ച മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസർ ശിവൻ തെറ്റത്തിന് പയ്യന്നൂരിലെ പൗരാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാംസ്കാരിക സംഘടനയായ സർഗജാലകം സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഇദ്ദേഹം പയ്യന്നൂരിൽ എത്തിയത്. വിഷുവിപണിയിൽ പ്രിയമേറുകയാണ് ഖാദിയുടെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക്. പയ്യന്നൂർ ഫർക്ക ഖാദി ഗ്രാമോദയ സംഘം ഖാദി കേന്ദ്രത്തിൽ ഇത്തവണ വൻതോതിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നു. വാർത്തകൾ വിശദമായി. ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP അഭിപ്രായപ്പെട്ടു. മാവിലക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MD മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തുവെങ്കിലും പാർലമെന്റിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം നിയമമായി മാറുന്നുവെന്നത് കേന്ദ്ര ഭരണകൂടം നാടിനെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയാണെന്നും കെ സുധാകരൻ MP പറഞ്ഞു. ഈ വൈവിധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല എന്ന് ലോകരാഷ്ട്ര നേതാക്കന്മാർ പലരും പച്ചയായി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം അതിന്റെ എഡിറ്റർ കോളത്തിൽ എഴുതി, "No one can make a nation out of a continent of many nations." ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഭരണാധികാരിക്കും സാധിക്കില്ല. അതുകൊണ്ട് നെഹ്റുവിന് ഇന്ത്യ രാജ്യത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ദുഃഖിതരുടെയും നിരാലംബരുടെയും ആശ്രയ കേന്ദ്രമായി പ്രിയദർശിനി ക്ലബിന് നിർമ്മിച്ച പുതിയ മന്ദിരം മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇരുനില മന്ദിരത്തിലെ ഉമ്മൻചാണ്ടി സ്മാരക ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യാതിഥിയായി. ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ EK മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കൺവീനർ K അശോകൻ, വൈസ് ചെയർമാൻ KPP രതീഷ്, KV ഗംഗാധരൻ, KP പ്രകാശൻ, സൗജിദ് മൗവൽ, P കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, M അബ്ദുൾ സലാം, K സിന്ധു, സുമാ കണ്ണൻ, MT ബുഷറ, C ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ MK സുബേർ, കബഡി താരം റിദിൻ മാവിലാടം എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാവിലക്കടപ്പുറം MAUP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൾ റസാഖ് പുനത്തിലിനെ ആദരിച്ചു. തുടർന്ന് ഗായകൻ രതീഷ് കണ്ടടുക്കം നയിച്ച പൈനൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. പ്രിയദർശിനി ക്ലബിന്റെ 27ാം വാർഷികാഘോഷ ഭാഗമായി ഏപ്രിൽ 14-ന് വിവിധ പരിപാടികൾ നടക്കും. രാത്രി 8 മണിക്ക് വിഷു നൈറ്റ് നൃത്ത സംഗീത വിസ്മയം അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആശുപത്രിയിൽ കൂട്ടിരിപ്പിനായി എത്തുന്നവർക്ക് ദയയുടെ പുസ്തകങ്ങൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5ാം നിലയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അക്ഷരസാന്ത്വനം ലൈബ്രറി ഒരുക്കുന്നത്.
പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അക്ഷരങ്ങളുടെ സാന്ത്വനമൊരുക്കുകയാണ് ദയ ചാരിറ്റബിൾ സൊസൈറ്റി. സ്ഥിരമായി ഡയാലിസിസിന് വരുന്നവരും അവർക്കായി മണിക്കൂറുകളോളം കാത്തിരിക്കുന്നവരും ഉൾപ്പെടെ ആവശ്യക്കാർക്കെല്ലാം പുസ്തകം വായിക്കാനെടുക്കാം. അതിനായി പ്രത്യേകം രജിസ്റ്റർ സൂക്ഷിക്കും. വാർഡുകളിൽ രോഗികൾക്ക് നൽകിയ പുസ്തകങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ തിരികെ വാങ്ങാനും സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഈ മെഡിക്കൽ കോളേജിനകത്ത് സജീവ സാന്നിധ്യമായിട്ട് ദയയുടെ പ്രവർത്തനം മാറുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ഈ സഞ്ചാരത്തിനിടയിലാണ് ഇവിടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാരുടെ രോഗികളും കൂട്ടിരിപ്പുകാരും അനുഭവിക്കുന്ന മാനസിക സംഘർഷം അത് കുറയ്ക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന അന്വേഷണത്തിലാണ് ഒരു ലൈബ്രറി ഇവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പുസ്തകങ്ങൾ ശേഖരിക്കുകയും അത് ജീവനക്കാർ പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട്, എഴുത്തുകാർ പുസ്തകം നൽകിയിട്ടുണ്ട്, സാംസ്കാരിക പ്രവർത്തകർ, ഡിസ്ട്രിബ്യൂഷൻ ആളുകൾ, അതുപോലെ തന്നെ നമുക്ക് പബ്ലിഷേഴ്സ്, ഇവരെല്ലാം തന്നെ നമുക്ക് പുസ്തകം നൽകിയിട്ടുണ്ടായി. ആ പ്രവർത്തനം വലിയ വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ 1000-ലധികം പുസ്തകങ്ങൾ സംഭാവനയായിട്ട് ദയയുടെ ലൈബ്രറിയിലേക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ്. അക്ഷരസാന്ത്വനം എന്നാണ് ആ ലൈബ്രറിക്ക് ഞങ്ങൾ ഇട്ടിട്ടുള്ള പേര്. ഇത് തുറന്നു വെച്ചുകൊണ്ട് പേഷ്യൻസിനും ബൈസ്റ്റാൻഡർക്കും ജീവനക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ഇതിന്റെ ഭാഗവാക്കാക്കുക, അവർക്കെല്ലാം പുസ്തകങ്ങൾ വായിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായന എന്നുള്ളത്. ആശുപത്രി ബ്ലോക്കിലെ ന്യൂബോൺ ICU, പ്രസവ വാർഡ് എന്നിവ പ്രവർത്തിക്കുന്ന 5ാം നിലയിലാണ് അക്ഷരസാന്ത്വനം ലൈബ്രറി പ്രവർത്തിക്കുക. പ്രമുഖരായ എഴുത്തുകാരിൽ നിന്നുൾപ്പെടെ വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ സംഭാവനയായി ശേഖരിച്ചാണ് ലൈബ്രറി ഒരുക്കിയത്. ഏപ്രിൽ 8 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഡോക്ടർ V. ശിവദാസൻ MP ലൈബ്രറി ഉദ്ഘാടനം ചെയ്യും. ബിജു പാണപ്പുഴ ഒരുക്കിയ കേരളീയ കലകളുടെ ചുമർചിത്രങ്ങളും ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂരിൽ വെച്ച് അന്തരിച്ച മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസർ ശിവൻ തെറ്റത്തിന് പയ്യന്നൂരിലെ പൗരാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാംസ്കാരിക സംഘടനയായ സർഗജാലകം സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഇദ്ദേഹം പയ്യന്നൂരിൽ എത്തിയത്. അന്തരിച്ച മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസർ ശിവൻ തെറ്റത്തിന് പയ്യന്നൂരിലെ പൗരാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു. വെള്ളൂരിലെ കുടുംബസുഹൃത്തിന്റെ വീട്ടിൽ ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ നാട്ടുകാർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാതൃഭൂമിയുടെ തളിപ്പറമ്പ് മേഖലയിലെ സർക്കുലേഷൻ പ്രവർത്തനങ്ങളുടെ ചുമതലയിലായിരുന്നു. സാംസ്കാരിക സംഘടനയായ സർഗജാലകം സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഞായറാഴ്ച പയ്യന്നൂരിൽ എത്തിയത്. സർഗജാലകം കലാസാഹിത്യവേദി എന്നൊരു സംഘടന 5 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ മുടക്കമില്ലാതെ നടത്തിവരുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ മുൻനിരയിലുള്ള ഒരാളായിരുന്നു ശിവൻ തെറ്റത്ത്. അന്ന് തൊട്ട് ഇന്നോളം അത് രൂപീകരിച്ചത് മുതൽ ഇന്നോളം സർഗജാലകത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു മാന്ത്രികത ഉണ്ടായിരുന്നു. എന്തിനെക്കുറിച്ചും ആധികാരികമായി പറയാനും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഇന്നലെ 5ാം വാർഷികാഘോഷത്തിന് രാവിലെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് ഒന്ന് ചെക്കപ്പിന് പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഉച്ചയ്ക്ക് ശേഷം പറ്റുന്നത്ര ഉച്ചയ്ക്ക് ശേഷം എത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് അതാണ് ഞങ്ങൾ നടത്തിയ കവിതാ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനവും കവിതാ രചനാ മത്സരത്തിൽ 2ാം സ്ഥാനവും നേടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല. ഒരു സർപ്രൈസായി പുരസ്കാരം കൊടുക്കാം എന്നാണ് ആലോചിച്ചിരുന്നത്. അത് ഏറ്റുവാങ്ങാൻ ശിവനെ വിളിക്കുമ്പോൾ ശിവൻ ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത അനാമയ ഹോസ്പിറ്റലിൽ ചേതനയേറ്റ് കിടക്കുകയായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത്. ശിവൻ്റെ വിയോഗം പയ്യന്നൂർക്കാരനല്ലാതിരുന്നിട്ടും പയ്യന്നൂരിലെ ജനങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പയ്യന്നൂരിലെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് ശിവൻ്റെ വിയോഗം. മികച്ച പ്രഭാഷകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു ശിവൻ തെറ്റത്ത്. പൂക്കാട് കാഞ്ഞിലശ്ശേരിയിലെ പരേതനായ കുഞ്ഞിരാമൻ നായരുടെയും കല്യാണി അമ്മയുടെയും മകനാണ്. ഭാര്യ ബിനിത, മകൾ ജഹനാര. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വിഷുവിപണിയിൽ പ്രിയമേറുകയാണ് ഖാദിയുടെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക്. പയ്യന്നൂർ ഫർക്ക ഖാദി ഗ്രാമോദയ സംഘം ഖാദി കേന്ദ്രത്തിൽ ഇത്തവണ വൻതോതിൽ കൃഷ്ണവിഗ്രഹങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവിടെ ആവശ്യക്കാരെയും കാത്ത് ഒരുങ്ങിയിട്ടുള്ളത്. ഫൈബറിലും പൾപ്പിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ ആരുടെയും മനം കവരുന്നതാണ്. മലയാളിയുടെ വിഷുക്കണിയിൽ പ്രഥമ സ്ഥാനമാണ് കൃഷ്ണവിഗ്രഹത്തിന്. അതിനാൽ തന്നെ ഈ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് വിഷുവിപണിയിൽ ഡിമാൻഡ് അല്പം കൂടുതലാണ്. 250 രൂപ മുതൽ 3000 രൂപ വരെയാണ് പൾപ്പിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് വില. ഫൈബറിൽ നിർമ്മിച്ചവയ്ക്ക് 540 രൂപ മുതൽ 5000 രൂപ വരെ വില വരും. ദീർഘകാലം ഈടുനിൽക്കുമെന്നതും നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കൊണ്ട് കാണാനുള്ള രൂപഭംഗിയുമാണ് ഇവിടുത്തെ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറുന്നത്. വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടി പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘം കൃഷ്ണവിഗ്രഹവുമായി വിൽപ്പനക്ക് തയ്യാറായി കഴിഞ്ഞു. പൾപ്പിലും അതുപോലെ തന്നെ ഫൈബറിലും തീർത്തിട്ടുള്ള മേത്തരം കൃഷ്ണവിഗ്രഹങ്ങൾ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിൻ്റെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ ഖാദി ഗ്രാമോദ്योग ഭവനങ്ങളിലും ലഭ്യമാണ്. പൾപ്പ് വിഗ്രഹത്തിന് 250 രൂപ മുതൽ 3000 രൂപ വരെയുള്ള വിവിധ തരത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ഫൈബറിൽ തീർത്തിട്ടുള്ളത് 540 രൂപ മുതൽ ഏകദേശം 5300 രൂപ വരെ വരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് ഫൈബറിൽ തീർത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നല്ല ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് നല്ല വിൽപ്പനയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സ്റ്റോക്ക് ചെയ്തതിൻ്റെ ഇരട്ടിയോളം വിഗ്രഹങ്ങൾ ഈ വർഷം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ഖാദി കേന്ദ്രങ്ങളിലും വിൽപ്പനയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. കൃഷ്ണവിഗ്രഹങ്ങൾക്ക് പുറമെ വിഷുക്കോടികളുടെ കമനീയ ശേഖരവും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷുവിന് ഓരോ വീട്ടിലും കണിയായി ഒരുങ്ങേണ്ട ഉണ്ണിക്കണ്ണന്മാരാണ് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിൽ ഇങ്ങനെ നിരന്ന് കഴിഞ്ഞിരിക്കുന്നത്. ഖാദി ഇപ്പോൾ ഫാഷൻ്റെ കൂടി തരംഗത്തിനൊപ്പം നിൽക്കുന്നതാണ്. ആളുകൾ കൂടുതൽ ഖാദി ചൂസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും ഭംഗിയിൽ ഒരുങ്ങി നടക്കുവാൻ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഖാദി ഒഴിച്ചുകൂടാനാകാത്ത വേഷമായി തന്നെ മാറിയിട്ടുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ 38-ാം വാർഡ് കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം അന്നൂരിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കുന്നതും വിസ്മരിക്കുന്നതും രാജ്യത്തെ അന്ധകാരത്തിലേക്ക് എത്തിക്കുമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ദേശീയ നേതാക്കളെയും ദേശീയ പ്രസ്ഥാനത്തെയും തമസ്കരിക്കുന്ന കേന്ദ്ര സർക്കാരും വികസന സ്വപ്നങ്ങളെ എല്ലാ കാലത്തും എതിർത്ത LDFുമാണ് രാജ്യം ഭരിക്കുന്നതെന്നും ഗാന്ധിയെ തിരസ്കരിക്കുന്നതും വിസ്മരിക്കുന്നതും രാജ്യത്തെ അന്ധകാരത്തിലെത്തിക്കുമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. 38-ാം വാർഡ് കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം അന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറശ്ശിനിക്കടവിൽ നിന്ന് പിടിച്ചത് നിങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് പിടിച്ചു. ഇങ്ങനെ ഓരോരോ അത് പെൺകുട്ടികളും ആൺകുട്ടികളും ഇത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറശ്ശിനിക്കടവിൽ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും എത്രയോ ദിവസങ്ങളായി ലോഡ്ജുകൾ മാറി മാറി. അപ്പോൾ ആ പെൺകുട്ടിയെ വിളിക്കുമ്പോൾ പെൺകുട്ടി അടുത്ത പെൺകുട്ടി കൂടെയുള്ള പെൺകുട്ടികൾക്ക് ഞങ്ങൾ ടൂറിലാണ്, ഞങ്ങൾ ഇന്ന വീട്ടിലാണ്. അപ്പോൾ വീട്ടുകാരത് വിശ്വസിക്കുകയാണ്. പെൺകുട്ടി തന്നെയാണ്, അടുത്ത പെൺകുട്ടിയാണ് ആ മറ്റേ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ മറുപടി പറയുന്നത്. അപ്പോൾ അവർ വിശ്വസിക്കുകയാണ്. അങ്ങനെ അവർ ഉപയോഗിച്ച് പോവുകയാണ്. അത് നമ്മളെ നാടിനെ നെടുക്കുന്ന സംഭവമാണ്. അതിനെതിരെയുള്ള ഒരു പോരാട്ടം ഈ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിൽ KPCCയുടെ കൃത്യമായ ഒരു നിർദ്ദേശമാണ്. ISRO റിട്ടയർഡ് സയന്റിസ്റ്റുമാരായ VP ബാലഗംഗാധരൻ, K രവീന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. AK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, K ജയരാജ്, ഹരീഷ് KT, EP ശ്യാമള, A രൂപേഷ്, പ്രിയ PV, ME ദാമോദരൻ നമ്പൂതിരി, MV വത്സര, KV ഭാസ്കരൻ, നവനീത് ഷാജി, AP രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വടക്കേ മലബാറുകാരുടെ വസന്തോത്സവമാണ് പൂരോത്സവം. ഇവിടുത്തെ വീടുകളും കാവുകളും ക്ഷേത്രങ്ങളുമെല്ലാം പൂരോത്സവത്തിന്റെ നിറവിലാണ്. കോറോം ശ്രീ കുറുമ്പക്കാവിൽ നിന്നും അതിരാവിലെ പൂരക്കുഞ്ഞുങ്ങളുമായി ഏച്ചിലാംവയലിലെ പാറയിലേക്ക് കാൽനടയായി എത്തി പൂക്കൾ ശേഖരിക്കുന്നത് ഗൃഹാതുരതയുടെ കാഴ്ചയൊരുക്കുകയാണ്. ഋതുമതികളാകാത്ത പെൺകുട്ടികളുടെ ഉത്സവമാണ് പൂരോത്സവം.
പെൺകുട്ടികളില്ല എങ്കിൽ ചെറിയ ആൺകുട്ടികളും പൂരക്കുഞ്ഞുങ്ങളാകാറുണ്ട്. പൂരോത്സവത്തിനായി വ്രതമെടുത്ത് പൂക്കളിടുന്ന കൊച്ചുകുട്ടികളെയാണ് പൂരക്കുട്ടികളെന്ന് വിളിക്കുന്നത്. പൂരോത്സവത്തിനുള്ള പൂക്കൾ ശേഖരിക്കുവാൻ കോറം ശ്രീ കുറുമ്പക്കാവിൽ നിന്നും നെല്ലിയോട്ടുപാറയിലേക്കും ഏച്ചിലാം വയലിലേക്കുമൊക്കെയാണ് പൂരക്കുഞ്ഞുങ്ങൾ എത്തിയിരുന്നത്. നമ്മുടെ പൂരോത്സവം തുടങ്ങുന്നത് മീനമാസത്തിൽ പുണർത്ത നാളിലാണ് തുടങ്ങുന്നത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ 6 ദിവസത്തെ പൂരോത്സവമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പൂക്കുഞ്ഞുങ്ങളുമായിട്ട് കാട്ടിലേക്ക് വന്ന് പൂക്കൾ ചെക്കിപ്പൂവാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത്. ഈ ചെക്കിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിഷമത്തിലാണ് ഉള്ളത്. കാട്ടിൽ കയറി കല്ലിലും മുള്ളിലും ഒക്കെ കയറിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് പൂ പറിക്കുന്നത്. ചെക്കിപ്പൂവും പിന്നെ ചെമ്പകപ്പൂവാണ് നമ്മൾ പൂരത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ചെക്കിപ്പൂവൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ വളരെ വിഷമത്തിലാണ് ഉള്ളത്. കാരണം കാട്ടിലൊക്കെ തീ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ചെക്കിപ്പൂ പഠിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ 5-8 സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മളിപ്പോൾ ചെക്കിപ്പൂ ശേഖരിക്കുന്നത്. അതുപോലെ പൂക്കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ 5-6 പേരൊക്കെ ഉണ്ടാവാറുണ്ട്, പെൺകുട്ടികളും ഉണ്ടാവാറുണ്ട്. പക്ഷേ 11 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് നമ്മൾ പൂക്കുഞ്ഞുങ്ങളായിട്ട് തിരഞ്ഞെടുക്കൽ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെറിയ കുട്ടികൾ ഉണ്ടായില്ല. അപ്പോൾ ആൺകുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 5 ആൺകുട്ടികളാണ് ഇപ്രാവശ്യം പൂരത്തിന് പങ്കെടുത്തിരിക്കുന്നത്. നമ്മൾ പ്രധാനമായും പൂക്കൾ ശേഖരിക്കുന്നത് ഏച്ചിലാം വയൽ പാടക്ക്, പിന്നെ നെല്ലിയാട്ട് സ്കൂളിൻ്റെ അവിടങ്ങളിലാണ് നമ്മൾ പൂക്കൾ ശേഖരിക്കുന്നത്. എല്ലാ സ്ഥലത്തും തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെ കാട്ടുതീകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെക്കിപ്പൂ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ചെക്കിപ്പൂ മാത്രമാണ് കുട്ടികൾ കൊണ്ട് നമ്മൾ ശേഖരിപ്പിക്കുന്നത്. പൂരനാളിൽ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൂരം കുളി എന്ന് പറഞ്ഞാൽ നമുക്ക് പെരുമ്പേ പുഴയിലാണ് പൂരം കുളിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പോവാം, പൂരം കുളിക്ക് വേണ്ടി തയ്യാറാവാൻ. പച്ചനിറത്തിലുള്ള അപൂർവം പൂക്കളിലൊന്നായ ജടപ്പൂവ്, എരിഞ്ഞിപ്പൂവ് തുടങ്ങിയ പൂക്കളൊക്കെ പൂരോത്സവത്തിൽ പ്രധാനമാണെങ്കിലും ചെക്കിപ്പൂവിനും ചെമ്പകപ്പൂവിനുമാണ് കോറം ശ്രീ കുറുമ്പക്കാവിലെ പൂരോത്സവത്തിൽ പ്രാധാന്യം. ഭദ്രകാളി സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ദേവീ പ്രതിഷ്ഠ. ആയതിനാൽ തന്നെ ചുവന്ന നിറത്തിലുള്ള ചെക്കിപ്പൂവിന് ഇവിടെ പ്രാധാന്യമേറുന്നു. ഇത്തവണ പക്ഷേ കാട്ടുതീയും മറ്റും അടിക്കടി ഉണ്ടായതിനാൽ ചെക്കിപ്പൂവ് ലഭിക്കുവാൻ നന്നേ പ്രയാസമായിരുന്നു. അതിനായി കിലോമീറ്ററുകൾ നടന്നാണ് പൂരക്കുഞ്ഞുങ്ങൾ പൂക്കൾ ശേഖരിച്ചത്. വടക്കിന്റെ പൂരോത്സവവും തെക്കിന്റെ പൂരോത്സവവും വലിയ വ്യത്യാസമുണ്ട്. തെക്കിന്റെ പൂരോത്സവത്തിൽ ആനയും അമ്പാരിയും വെടിക്കെട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സ്ത്രൈണ സ്വഭാവമുള്ള പൂരോത്സവമാണ് വടക്കിന് സ്വന്തമായിട്ടുള്ളത്. ഋതുമതികളാകാത്ത പെൺകുട്ടികളുടെ ഉത്സവമാണ് പൂരോത്സവം. ചെറിയ ആൺകുട്ടികളും പൂരോത്സവത്തിൻ്റെ പങ്കാളികളാകാറുണ്ട്. ഇത്തവണ കോറം ശ്രീ കുറുമ്പക്കാവിൽ പെൺകുട്ടികൾ, ഋതുമതികളാകാത്ത പെൺകുട്ടികൾ ഇല്ലാത്തതിനാൽ തന്നെ ആൺകുട്ടികളാണ് പൂരക്കുഞ്ഞുങ്ങളായി നിന്നതും ഈ രാവിലെകളിൽ കുന്നിനും മേടും ഒക്കെ തേടി പൂക്കൾ പറിച്ച് വന്നതും. ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് കുട്ടികളുടെ ഈ പൂ തേടിയുള്ള യാത്ര. എന്നാൽ കാട്ടിൽ പോലും ഇപ്പോൾ കാട്ടുപൂവായുള്ള ചെക്കി പോലുള്ള പൂക്കൾ കാണാനില്ല. കാട്ടുതീയും മറ്റുമൊക്കെ കൊണ്ട് അത് നശിച്ചുപോയി എന്നൊക്കെയാണെങ്കിൽ പോലും പൂരോത്സവത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത്തെ കുറക്കാൻ ഇതിനൊന്നും കഴിയുന്നില്ല. കുട്ടികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പൂക്കൾ തേടിയും പൂവിട്ടും പൂവിളി വിളിച്ചുമൊക്കെ ഏറ്റവും സുന്ദരമായി തന്നെ പൂരോത്സവത്തെ കൊണ്ടാടുകയാണ് വടക്കൻ കേരളം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. ചെറുതാഴത്ത് മൾട്ടിപർപ്പസ് സ്പോർട്സ് റിഫ്രഷ്മെന്റ് സെന്റർ നിർമ്മിക്കാനൊരുങ്ങി EK നായനാർ സ്മാരക സാംസ്കാരിക വേദി. ജനകീയ കമ്മിറ്റി രൂപീകരണ യോഗം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴത്ത് മൾട്ടിപർപ്പസ് സ്പോർട്സ് റിഫ്രഷ്മെന്റ് സെന്റർ നിർമ്മിക്കാനൊരുങ്ങി EK നായനാർ സ്മാരക സാംസ്കാരിക വേദി. ചെറുതാഴം സെന്റർ EK നായനാർ സ്മാരക സാംസ്കാരിക വേദി 20ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ലഹരിക്കെതിരായുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടും ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയും മൾട്ടിപർപ്പസ് സ്പോർട്സ് റിഫ്രഷ്മെന്റ് സെന്റർ നിർമ്മിക്കാനൊരുങ്ങുന്നത്. ചെറുതാഴം സെന്റർ EMS വായനശാലയ്ക്ക് സമീപത്തുള്ള 1.5 ഏക്കർ ഭൂമി വിലക്കെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിൽ, നീന്തൽ, ഓപ്പൺ ജിം, ചിൽഡ്രൻ വയോജന പാർക്ക്, റണ്ണിംഗ് സ്പേസ്, ഓപ്പൺ ഓഡിറ്റോറിയം തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുമുള്ള ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തുവാനുള്ള പദ്ധതിക്കാണ് സാംസ്കാരിക വേദി തുടക്കമിടുന്നത്. വിവിധ പദ്ധതികളിലൂടെയും ജനകീയ കൂട്ടായ്മയിലൂടെയും ധനസമാഹരണം നടത്തിയാണ് സ്ഥലം ഏറ്റെടുക്കുവാനുള്ള പ്രവർത്തനം നടക്കുന്നത്. ഈ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ആരംഭമായി ജനകീയ കമ്മിറ്റി രൂപീകരണ യോഗം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. 1.5 ഏക്കർ സ്ഥലം ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി ഫണ്ട് കണ്ടെത്തി അത് വാങ്ങി അതിനകത്ത് ഒരു വലിയ ആശയം
ഫുട്ബോൾ ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള അതിമനോഹരമായ ഒരു ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. തീർച്ചയായും സമീപകാലത്തൊന്നും ഒരു വലിയ ടാസ്ക് ഇത്തരത്തിൽ ഏറ്റെടുത്തിട്ടില്ല. ഏതായാലും ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നാട് ചേർന്ന് നിന്നാൽ നമുക്ക് വളരെ വേഗതയിൽ പൂർത്തീകരിക്കാനും പറ്റും. ഏതായാലും ചെറുതാകത്ത ഈ പ്രദേശത്ത് കളിക്കളം വേണം എന്ന ഒരു കൂട്ടായ ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വേദിയുടെ ഭാരവാഹികളെല്ലാം എന്നെ ഒരു ദിവസം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. രതീഷ് പടോളി, പ്രശാന്ത് പടോളി, സംഗീത് പടോളി എന്നിവർ ചേർന്ന് നിർമ്മിച്ച സെൻട്രൽ സ്പോർട്സ് സിറ്റിയുടെ മിനിയേച്ചർ മാതൃക ചടങ്ങിൽ വച്ച് പ്രദർശിപ്പിച്ചു. എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. CP ഷിജു, AV രവീന്ദ്രൻ, IV ശിവരാമൻ, മാത്യു ഡാനിയൽ, U രാധ, V രമേശൻ, CV ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. BJP സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പദയാത്ര സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം C നാരായണൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. BJP സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് BJP പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം C നാരായണൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദ് ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായ സമയത്ത് പാർലമെന്റിന്റെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1975 ജൂൺ മാസം 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ അധികാരങ്ങളെയും സമസ്ത അധികാരങ്ങളെയും കോൺഗ്രസ് പാർട്ടിയിലെയും ഇന്ദിരാഗാന്ധിയെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മൗലിക അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, പത്രസ്വാതന്ത്ര്യങ്ങൾ, മൗലികമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് പനക്കീൽ ബാലകൃഷ്ണൻ, TV നന്ദകുമാർ, രവീന്ദ്രൻ ചിറ്റടി, മോഹനൻ കുഞ്ഞിമംഗലം, ധനേഷ് കണിയാൻകുന്ന്, അഭിലാഷ് ചീറ്റ, ശ്രീകാന്ത് മൊട്ടക്കുന്ന്, ലക്ഷ്മണൻ കുന്നരു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നീലേശ്വരം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളും ശുചിത്വ പ്രഖ്യാപനം പൂർത്തീകരിച്ചത്. മുഴുവൻ വാർഡുകളും ഹരിത പദവിയിലെത്തിയ സാഹചര്യത്തിൽ പിലിക്കോട് പടുവളത്തു നടന്ന ശുചിത്വ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പരിധിയിൽ മികവ് നേടിയ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് UP സ്കൂൾ പാടിക്കൽ, കുടുംബാരോഗ്യ കേന്ദ്രം ഓലാട്ട്, കുടുംബാരോഗ്യ കേന്ദ്രം പടന്ന, തൃക്കരിപ്പൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം, ഉദയ വായനശാല ഗ്രന്ഥാലയം, ചെറുവത്തൂർ ടൗൺ, കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയം, വലിയപറമ്പ് ബീച്ച്, കൈരടത്തു കൂട്ടായ്മ, ചീമേനി റെസിഡൻസ് അസോസിയേഷൻ, ITI കയ്യൂർ, കയ്യൂർ ടൗൺ, വലിയപറമ്പ് CDS എന്നീ സ്ഥാപനങ്ങൾക്ക് ഉപഹാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ശുചിത്വ ചുമതല വഹിക്കുന്ന PR മിനിച്ച് സ്റ്റാറ്റസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV പ്രസന്നകുമാരി, PV മുഹമ്മദ് അസ്ലം, VK ബാബ, AG അജിത് കുമാർ, CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ M സുമേഷ്, K അനിൽകുമാർ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, കുടുംബശ്രീ കോർഡിനേറ്റർ U ജ്യോതിഷ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ T രാകേഷ്, ബ്ലോക്ക് അംഗം TS നജീബ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം യുവധാര വണ്ണച്ചാൽ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം യുവധാര വണ്ണാച്ചാൽ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു നാട്ടിൽ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ 25 വർഷം പൂർത്തീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നീണ്ട 25 വർഷം നാടിന്റെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി യുവധാരയുണ്ട്. തീർച്ചയായും ഇതിവിടെ ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കാൻ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെ എത്രമാത്രം നാടിനോട്, വരാനിരിക്കുന്ന തലമുറയോട് ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് യുവധാര എന്നതിന്റെ തെളിവാണ്. ഈ വേദിയിൽ വെച്ച് NSSന്റെ കുഞ്ഞിമംഗലം സ്കൂളിലെ NSS യൂണിറ്റ് 450 പുസ്തകങ്ങളാണ് വായനശാലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ വായനശാലയ്ക്ക് വേണ്ടി ലഭ്യമാകുന്ന പുസ്തകങ്ങൾ വായിക്കുക. കുഞ്ഞുണ്ണി മാഷ് ചെറുപ്പത്തിലെ ആ വരികൾ നമ്മളെല്ലാം മനസ്സിലുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. പക്ഷേ ആ രണ്ട് വളർച്ചയിൽ 2 വ്യത്യാസമാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. വായിച്ചാൽ വിളയും, വായിച്ചില്ലേ വളയും.
ചടങ്ങിൽ വച്ച് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് യുവധാര ലൈബ്രറിക്ക് നൽകുന്ന പുസ്തകങ്ങൾ പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളിയിൽ നിന്ന് M. വിജയൻ MLA ഏറ്റുവാങ്ങി. 6ാം വാർഡ് മെമ്പർ E. സന്ദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. V. ശങ്കരൻ, ശ്രീധരൻ കൈതപ്രം, K. ഹരിദാസൻ, A. ശ്രീധരൻ, P. നിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിൽ സജീവ നേതൃത്വത്തിലുള്ള 80 വയസ്സിലേക്ക് കടക്കുന്ന VK രവീന്ദ്രന് ആദരവ് നൽകാൻ തൃക്കരിപ്പൂരിൽ സംഘാടക സമിതി രൂപീകരിച്ചു. ആദര സമ്മേളനവും അനുബന്ധ പരിപാടികളും ജൂൺ അവസാന വാരത്തിൽ നടക്കും. തൃക്കരിപ്പൂർ ഡയലോഗും സംഘാടക സമിതിയും ചേർന്ന് ഒരുക്കുന്ന ആദരവിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ, ഓപ്പൺ ഫോറം, ആദര സമ്മേളനം, പുസ്തക പ്രകാശനം എന്നിവ നടക്കും. പരിപാടിയുടെ വിജയത്തിനായി തൃക്കരിപ്പൂർ KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. AK ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PV കണ്ണൻ മാസ്റ്റർ, സത്താർ വടക്കുംപാട്, E. ജയചന്ദ്രൻ, M. രാമചന്ദ്രൻ, T. കുഞ്ഞിരാമൻ, M. ഗംഗാധരൻ, TV ബാലകൃഷ്ണൻ, EV ദാമോദരൻ, PP കരുണാകരൻ, TV ചന്ദ്രദാസ്, VPP മുസ്തഫ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചെയർമാനും E. ജയചന്ദ്രൻ ജനറൽ കൺവീനറും TV ചന്ദ്രദാസ് ട്രഷററുമായി 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഫാർമസി, വാട്ടർ ഫിൽറ്റർ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഫാർമസി, വാട്ടർ ഫിൽട്ടർ എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന നിർവഹിച്ചു. നമ്മുടെ ഫാർമസിയുടെ സൗകര്യം വളരെ പരിതാപകരമായിരുന്നു. ചെറിയൊരു മുറിയിലായിരുന്നു നമ്മുടെ മരുന്നുകളും മറ്റും വെച്ചുകൊണ്ട് ബുദ്ധിമുട്ട് ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ 2 ലക്ഷം രൂപ പദ്ധതി വെച്ച് ഇത്തരത്തിൽ വലിയൊരു സൗകര്യത്തിലേക്ക് ഫാർമസി മാറ്റിയിട്ടുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആശുപത്രിയുടെ സൗകര്യം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 3 ആരോഗ്യ സ്ഥാപനങ്ങളിലും. വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർമാർ, HMC മെമ്പർമാർ, പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ P. കരുണാകരൻ മാസ്റ്റർ, K. ശോഭ, പഞ്ചായത്ത് സെക്രട്ടറി M. ഉല്ലാസൻ, HMC അംഗം വിജയൻ നടുക്കാടൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ആരോഗ്യം ആനന്ദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ പ്രചാരണാർത്ഥം നടത്തിയ സെൽഫി ചലഞ്ച് മത്സരത്തിൽ സമ്മാനാർഹയായ സുജാത വാഷിംഗ് മെഷീൻ ഏറ്റുവാങ്ങി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി സന്ദേശവും ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ B. നായർ നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. DYFI മരത്തക്കാട് പ്രാന്തഞ്ചാൽ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI പ്രാന്തഞ്ചാൽ മരത്തക്കാട് യൂണിറ്റുകൾ പ്രദേശത്തെ കലാ, സാംസ്കാരിക, കായിക മേഖലകളിലെ സംഘടനകളായ AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം, ന്യൂ ബ്രദേഴ്സ് മരത്തക്കാട് സാംസ്കാരിക നിലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രാന്തഞ്ചാൽ അങ്കണവാടി പരിസരത്ത് നടന്ന ജനകീയ കൂട്ടായ്മ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം ഇതുപോലെയുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്. ആദ്യമായി ഞാൻ ഈ പരിപാടി അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകട്ടെ, ഇതിൻ്റെ ഉദ്ദേശങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് വളരെ ഭീതിജനകമാണ്. ഈ ഡ്രഗ്സിന്റെ ഉപയോഗവുമായി സംബന്ധിച്ച് കുറച്ചു കാലം മുമ്പ് 4-5 വർഷമായില്ല, 4-5 വർഷം മുമ്പേ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PP അനീഷ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CV സുരേഷ്,
കെ മനുരാജ്, കെ രമേശൻ, എ ശിവിത്ത്, കെ ജനാർദ്ദനൻ, അഖിൽ ഇ, മിഥുൻ KP, നവീൻ AP, പി ദിവ്യ എന്നിവർ സംസാരിച്ചു. രശ്മി TK ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിയിൽ പങ്കെടുത്തവർ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത് ദീപം തെളിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ പ്രധാന പുഴകളിലൂടെ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുഴയോര ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. പെരുമ്പപ്പുഴ, കുപ്പംപുഴ, വളപട്ടണം പുഴ, മാഹിപ്പുഴ, രാമന്തളിപ്പുഴ, കൗവായിക്കായൽ എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടത്തുന്നത്. പുഴകളെ മലിനമാക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പുഴകളെ ശുചീകരിക്കാനാണ് ശുചീകരണ യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പെരുമ്പം മുതൽ പാലക്കോട് അഴിമുഖം വരെയുള്ള പുഴയുടെ ഇരുകരകളിലുമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചു. കയാക്കിംഗ് തോണികളും നാടൻ വള്ളങ്ങളും ഫൈബർ വള്ളങ്ങളും ഉപയോഗിച്ചാണ് പുഴയിലെ ശുചീകരണം നടത്തിയത്. ഫൈബർ ഓടത്തിലും നാടൻ വള്ളങ്ങളിലും നിറഞ്ഞുകവിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളടങ്ങുന്ന മാലിന്യങ്ങളാണ് ശേഖരിച്ചത്. മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി കർശന നിയന്ത്രണങ്ങൾ വന്നതോടെ പുതിയ പ്ലാസ്റ്റിക് ഇനങ്ങൾ വളരെ കുറവായിരുന്നെന്നും വർഷങ്ങൾക്ക് മുൻപേ പുഴയോരങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയായിരുന്ന മാലിന്യങ്ങളാണ് ശേഖരിച്ച് പുഴയെ ശുചീകരിച്ചതെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ ചാൾസൺ ഏഴിമല പറഞ്ഞു. 13-ന് കുപ്പം പഴയങ്ങാടി പുഴയിലും തുടർന്ന് വളപട്ടണം പുഴ, മാഹിപ്പുഴ, രാമന്തളി ഏറൻപുഴ, കൗവായിക്കായൽ എന്നിവിടങ്ങളിലുമായി ശുചീകരണം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബൈത്തു സക്കാത്ത് കേരള സ്വയം തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തായത്തുവയൽ സ്വദേശി കോയക്കുട്ടിക്ക് പയ്യന്നൂർ പെരുമ്പയിൽ ടീ ഷോപ്പ് ഇട്ടു നൽകി. നിരവധി പേർ ടീ ഷോപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ തായത്തുവയൽ സ്വദേശി കോയക്കുട്ടിക്കാണ് ബൈത്തു സക്കാത്ത് കേരള സ്വയം തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടീ ഷോപ്പ് ഇട്ടു നൽകിയത്. ബൈത്തു സക്കാത്ത് കേരള പ്രതിനിധി PV ഹാസൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ രാവിലെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് ഒരാളുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരമായി ബൈത്തു സക്കാത്ത് കേരള ഔദ്യോഗികമായിട്ടുള്ള കൈമാറ്റ ചടങ്ങിലാണ്. ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം തന്നെയാണ് ബൈത്തു സക്കാത്ത് ഇവിടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഷിഹാബ് അരവഞ്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് SAP ആസാദ്, പെരുമ്പ മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി VKP ഇസ്മയിൽ, പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, രമേശ് തായത്തുവയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന പഠനോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന പഠനോത്സവത്തിന് സമാപനമായി. മാത്തിൽ CK സ്മാരക ഹാൾ അങ്കണത്തിലാണ് മാമ്പഴക്കാലം എന്ന് പേരിട്ട പരിപാടി സംഘടിപ്പിച്ചത്. 4 ദിവസം നീണ്ടുനിന്നതായിരുന്നു പഠനോത്സവം. സമാപന സമ്മേളനം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ചെറിയ മുട്ടയിൽ നിന്ന പാടുള്ള കുഞ്ഞില്ലേ, കോഴിക്കുഞ്ഞ്, അതിങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് ആകാശത്തിൽ ഒരു പരുന്ത് ഇങ്ങനെ കാണുന്നു, പരുന്ത് പറക്കുന്നതാണ്. അപ്പം ഈ അമ്മ കള്ളക്കോഴി ഒരു ശബ്ദം ഉണ്ടാകും, കേട്ടിട്ടുണ്ടോ? അപ്പം അപ്പുറത്ത് ഇങ്ങനെ കൊത്തി കൊത്തി നടക്കുന്ന കോഴിക്കുഞ്ഞുകൾ എന്ത് ചെയ്യും? ചാടി വന്നിട്ട് ഈ തള്ളക്കോഴിയുടെ ചിറകെ നോക്കും, കണ്ടിട്ടുണ്ടോ? കോഴിനെ വീട്ടിലുണ്ടെങ്കിലല്ലേ ഈ മറ്റേ ബോയിലർ കോഴിനെ കൊടന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഭക്ഷണമാക്കി കഴിക്കുന്നല്ലാതെ കോഴി വേണമെങ്കിൽ വീട്ടിൽ കോഴി കുഞ്ഞുങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചടങ്ങിൽ VV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. VV ഭാർഗവൻ, K പങ്കജാക്ഷൻ, P അനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വേണ്ട ലഹരിയും ഹിംസയും എന്ന വിഷയത്തിൽ നീലേശ്വരം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് KV സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് ഫുട്ബോൾ കോച്ച് ആൻഡ് സെലക്ടർ ഡോക്ടർ ജീന TC ഉദ്ഘാടനം ചെയ്തു. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ ശാസ്ത്രീയമായ രീതിയിലാണ് പരിശീലനം. കേരള സ്റ്റേറ്റ് ഫുട്ബോൾ കോച്ച് ആൻഡ് സെലക്ടർ ഡോക്ടർ ജീന TC ഉദ്ഘാടനം ചെയ്തു. ഇവര് എഫേർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളുടെ പിറകില് നമ്മളുടെ അധ്യാപകരുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ രക്ഷിതാക്കള് എല്ലാത്തിനും ഉപരിയായിട്ട് രക്ഷിതാക്കള് നമുക്ക്
അവർക്ക് ഫുൾ എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ളൊരു ജേഴ്സിയൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ജേഴ്സി അല്ലെ എന്താ പറയാ, ഇങ്ങനെയൊരു ജേഴ്സിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡിസ്ട്രിക്ട് കളിക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റ് കളിക്കണം. ഇവൻ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ല, അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റി. പി ശ്യാമള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AO ജ്യോതി ബസു മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാധാകൃഷ്ണൻ, രവി മാസ്റ്റർ, കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. മാവില കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MD മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ കൂട്ടിരിപ്പിനായി എത്തുന്നവർക്ക് ദയയുടെ പുസ്തകങ്ങൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5ാം നിലയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അക്ഷരസാന്ത്വനം ലൈബ്രറി ഒരുക്കുന്നത്. പയ്യന്നൂരിൽ വെച്ച് അന്തരിച്ച മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസർ ശിവൻ തെറ്റത്തിന് പയ്യന്നൂരിലെ പൗരാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാംസ്കാരിക സംഘടനയായ സർഗജാലകം സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഇദ്ദേഹം പയ്യന്നൂരിൽ എത്തിയത്. വിഷുവിപണിയിൽ പ്രിയമേറുകയാണ് ഖാദിയുടെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക്. പയ്യന്നൂർ ഫർക്ക ഖാദി ഗ്രാമോദയ സംഘം ഖാദി കേന്ദ്രത്തിൽ ഇത്തവണ വൻതോതിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.